ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ വേദയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഓട്ടർഷക്കാരി നമ്മുടെ വിക്രത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒരു കത്തിയൊക്കെ എടുത്ത് കഴുത്തിന് വെച്ചതിന് ശേഷം ഇങ്ങനെ സംസാരിക്കണതേ, എന്നെ ഒഴിവാക്കാനും വല്ല ശ്രമം ഉണ്ടെങ്കിൽ നിന്നെയും തീർത്ത് ഞാനും ചാവും. അല്ലെങ്കിലും ഞാനെന്തിനാണ് നിന്നെ തീർക്കുന്നത് അല്ലേ? എനിക്കല്ലേ നഷ്ടം സംഭവിക്കാനായിട്ട് പോകുന്നത്. നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വിക്രം ഞാനല്ലേ നോക്കാനുള്ളൂ. ദേ ഇപ്പം വീട്ടിലേക്ക് വലിഞ്ഞു കയറുന്നവളില്ലേ, അവൾ നിന്നെ നോക്കാനൊന്നും പോകുന്നില്ല വിക്രം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരയേറെ കരച്ചിൽ. ഇത് കേട്ട് നമ്മുടെ വിക്രമാണെങ്കിൽ ദേ ഒന്ന് കരയാതിരിക്കുക, നീ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എന്ന് പറഞ്ഞ് തീരേണ്ട സമയം ദേ വരുന്നൊരു കാറ്. അപ്പോൾ ഇവരെല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുക. ആ കാറിൽ നിന്ന് ദേ ഇറങ്ങുന്നു വിക്രത്തിൻ്റെ അളിയനും അതേപോലെ തന്നെ വേദയുടെ ആങ്ങളയും. അപ്പോൾ വിക്രത്തിൻ്റെ ആ ഒരു ചേട്ടൻ വന്നിട്ട് പറയണ, എടാ വിക്രം, ധാരാ നിന്നെ കാണാമെന്നിരിക്കുന്നത് നോക്കിക്കണ്ടേ, നിനക്ക് നല്ല കാലം തുടങ്ങി മോനെ, ഇനി എന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദേ എന്തിനാ ഇയാൾ വന്നിരിക്കുന്നതെന്ന് അറിയാവോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇയാൾ നേരെ വന്ന് വിക്രത്തിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. വിക്രം, എനിക്കറിയാം കാര്യങ്ങളൊക്കെ, എൻ്റെ അനിയത്തിയെ വിട്ടു തരണം. അയ്യോ, ഞങ്ങൾ ആരും പിടിച്ചു വെച്ചിട്ടില്ലേ. ദേ നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളെയും കൊണ്ട് പോകാനായിട്ട് പാടില്ലേ. അവളെ എത്ര ശ്രമിച്ചിട്ട് എനിക്ക് അവളെ അവിടെ നിന്ന് പുറത്താക്കാനായിട്ട് പറ്റുന്നില്ല വിക്രം. പക്ഷേ എനിക്കെൻ്റെ പെങ്ങളെ കൊണ്ടുപോയാൽ മതിയാവുള്ളൂ. അതിനിപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ നാട് വിടണോ? അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നാട് വിടണമെങ്കിൽ നാട് വിടുക തന്നെ ചെയ്യണം. എന്താ? അതേന്നേ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. ബോംബെയിലോ മദ്രാസിലോ ബാംഗ്ലൂരോ എവിടെ വേണമെങ്കിലും പോയിക്കോ, എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു വന്നാൽ മതി. പക്ഷേ മറ്റൊരു കാര്യം, എൻ്റെ പെങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ ഞാൻ ആക്കിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നീ അവിടെ നിന്ന് തിരിച്ചു വരാനായിട്ട് പാടുള്ളൂ. അത്രയും മാത്രമേ എനിക്ക് റിക്വസ്റ്റ് ഉള്ളൂ. ഓ അങ്ങനെ. അപ്പോൾ നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം നല്ല രീതിയിലാക്കുന്നത് വരെ ഞാൻ ഈ നാട്ടിലേക്ക് വരാനായിട്ട് പാടില്ല. അതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതെ, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ പണത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ പേടിക്കാനൊന്നും ഇല്ല കേട്ടോ. എന്ത് പണം വേണമെങ്കിലും ഞാൻ തരാം. പിന്നെ പണത്തിൽ വീഴാത്ത മനുഷ്യരുണ്ടോ? നിനക്ക് നാട് വിടാനുള്ള പണമൊക്കെ ഞാൻ തരാന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാഗ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. ഇത് മുഴുവന് പണം, നീ വിചാരിക്കുന്നതിൽ അപ്പുറമാണ് ഇതിൽ പണമുള്ളത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് വിക്രത്തിനാകെ കാലി വരികയാണ്. കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. പെങ്ങളെ വിൽക്കുന്ന ആങ്ങള. ദേ എടാ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അല്ല പിന്നെ ഇതിനൊക്കെ എന്തൊക്കെയാണ് സാറേ പറയാനുള്ളത്? സാറിനെ താനീക്കോണം കാണിച്ചു. ഏതായാലും സാറിൻ്റെ പെങ്ങൾക്ക് വേണ്ടി എനിക്ക് പൈസ തരുന്നു. അതേതായാലും കൊള്ളാം സാറേ. എടാ ദേ, നീ കൂടുതൽ ഡയലോഗൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. സാറ് പറഞ്ഞതൊക്കെ ശരി തന്നെയാ. എനിക്ക് അവളെ എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയാൽ മതി. അതിന് പല വഴികളും ഞാൻ കളിച്ചു നോക്കി, ആട്ടി പുറത്താക്കുകയും ചെയ്തു. പക്ഷേ നിങ്ങളുടെ പെങ്ങൾ പോകുന്ന പ്രശ്നമില്ല. നിങ്ങളുടെ പെങ്ങൾ എൻ്റെ വീട്ടിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. അവളെ എങ്ങനെയെങ്കിലും എനിക്ക് ഒഴിവാക്കിയാൽ മതി. അതിനിപ്പോൾ ഈ ഒരു ഡീലിന് ഞാൻ തയ്യാറാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആങ്ങളയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. സത്യമാണോ പറഞ്ഞടാ? അതെ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. ഈ ഡീലിന് ഞാൻ തയ്യാറാണെന്ന് അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇയാളുടെ കയ്യിൽ നിന്ന് വിക്രം പണം മേടിക്കുകയാണ്. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരിക്ക് അതിൽ ഭയങ്കര സന്തോഷം തോന്നുകയാണ് ഇങ്ങനൊരു കാര്യം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ വേദയുടെ ആങ്ങളെയും അവിടുന്ന് പോവുകയും ചെയ്യാണ്. അപ്പോൾ ഈ വിക്രത്തിൻ്റെ കൂട്ടുകാരോട് ചോദിക്കുകയാണ്, ചേട്ടാ ഞാൻ പറഞ്ഞത് ചെയ്തത് ശരിയായ ഒരു കാര്യമാണോ? നന്മയായ കാര്യമാണോ? ഓരോ കാര്യങ്ങളും ഓരോ വഴിക്കും തെറ്റായ രീതിയിൽ തന്നെയാണല്ലോ വിക്രം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഇതും ആയിക്കോട്ടെ, അതിൽ കൂടുതലൊന്നും ഇനി പറയാനില്ല എന്നും പറഞ്ഞ് ഇവർ അവിടെ നിന്ന് പോവുകയാണ്. വിക്രം പിന്നീട് കൂടുതലൊന്നും ചിന്തിക്കാനും പോയില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയുടെ വീടാണ്. അപ്പോൾ വേദയുടെ വീട്ടിലാണെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. മുത്തശ്ശിക്ക് വേറൊരു പണിയില്ല, അതാണിതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പിന്നീട് നമ്മുടെ വിക്രത്തിൻ്റെ വീട് കാണിക്കുക. അപ്പോൾ വിക്രത്തിൻ്റെ വീട് കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ രണ്ടുപേരും കൂടി അലക്കുക. അമ്മയും അതേപോലെ തന്നെ മൂത്ത മരുമകളും കൂടി ഇന്ന് അലക്കുകയാണ്. അലക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേദ ഓടി ചെന്നിട്ട്, അതെ ഏട്ടത്തി, ഞാനും കൂടി സഹായിക്കട്ടെ? അയ്യോ വേണ്ട കുട്ടി, കുട്ടി എന്തിനാ സഹായിക്കുന്നത്? ഇത് ഞങ്ങൾക്ക് അലക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഡ്രസ്സല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓ അങ്ങനെയാണോ? ഞാൻ അലക്കിയെന്ന് വിചാരിച്ചൊന്നും കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നില്ല. പിന്നെ ഇതാരുടെ ഡ്രസ്സാ?
എൻ്റെ ഭർത്താവിൻ്റെ ഡ്രസ്സല്ലേ. എൻ്റെ ഭർത്താവിൻ്റെ ഡ്രസ്സ് ഞാൻ അലക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിന് അച്ഛനും എതിരെ പറയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് വേദ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്നു അടുത്ത നന്ദിനി ഏട്ടത്തി. അപ്പം നന്ദിനി ഏട്ടത്തി പറയണം, ആഹാ കൊള്ളാലോ, ആഹാ കുട്ടികളുടെ വീട്ടിലേ കുട്ടിയുടെ അച്ഛൻ്റെ ഡ്രസ്സ് അലക്കുന്നത് കുട്ടിയുടെ അമ്മയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദയ്ക്കൊന്നും പറയാനുണ്ടായില്ല. അല്ല അല്ല നിങ്ങളുടെ ഡ്രസ്സ് അലക്കുന്നത് നിങ്ങളല്ലല്ലോ അല്ലേ, വേലക്കാരി ഉണ്ടല്ലോ. അപ്പോൾ വേദയാണെങ്കിൽ എൻ്റെ ഡ്രസ്സ് അലക്കുന്നത് ഞാൻ തന്നെയാ, ഞാൻ ആരെക്കൊണ്ട് അലക്കിക്കാറില്ല. ആയിരിക്കും വാഷിംഗ് മെഷീനിൽ. അപ്പം ഇത് കേട്ട് നമ്മുടെ അമ്മയാണെങ്കിൽ അതുകൊണ്ട് എന്താ നന്ദിനി, ഓരോരോ സൗകര്യങ്ങൾ അനുസരിച്ച് ചെയ്യട്ടെ, അതല്ലേ നല്ലത്. അതിനെന്തിനിങ്ങനെ തർക്കം വെക്കാനായിട്ട് പോകുന്നത്? മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ. ദേ നന്ദിനി ഏട്ടത്തിൽ കയറി ഇടപെടാൻ നിൽക്കണ്ട. പിന്നെ നന്ദിനി ഏട്ടത്തി ഇത് ആരുടെ ഡ്രസ്സാണ്? അത് പിന്നെ എൻ്റെ. ഓ ആണല്ലേ, അപ്പം നന്ദിനി ഏട്ടത്തിൻ്റെ ഡ്രസ്സ് മറ്റുള്ളവരെ കൊണ്ട് അലക്കിക്കാം അല്ലേ. പക്ഷേ നന്ദിനി ഏട്ടത്തി അതൊന്നും സഹായിക്കാനായിട്ട് കൂടാറില്ലല്ലേ. എന്ത് ചെയ്യാനാണ്? അത് പിന്നെ എന്തിനാ, ഞാനവിടെ വേറൊരു പണിയിലായിരുന്നു. പിന്നെ അമ്മയും പിന്നെ ഏട്ടത്തിയും കൂടി അത് എടുത്തുകൊണ്ട് പോയി. ഇനിയിപ്പോൾ എൻ്റെ കുറ്റമൊന്നുമല്ലല്ലോ. പിന്നെ അവരലക്കുന്നതുകൊണ്ട് നിനക്ക് എന്താ പ്രശ്നം? അത് തന്നെ ഞാനും പറയുന്നത്. ഞാനിവിടെ തുണി അലക്കി വിരിക്കുന്നത് കൊണ്ട് എന്താണ് നന്ദിനി ഏട്ടത്തിക്ക് പ്രശ്നം? അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. അയ്യോ ഞാൻ വേദയെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല. ആര് പറഞ്ഞു എനിക്ക് സങ്കടം ആയെന്ന്? എനിക്കൊരു സങ്കടം ആയില്ല. ഞാൻ ഏതായാലും നന്ദിനി ഏട്ടത്തി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ ഡ്രസ്സൊക്കെ അലക്കാനായിട്ട് ഞാനും കൂടും. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ ആ ഡ്രസ്സൊക്കെ അലക്കാനായിട്ട് ഇങ്ങനെ കൂടുക. ആ സമയത്ത് നന്ദിനി ആണെങ്കിൽ അമ്മേ അല്ല ഞാനും അലക്കാൻ കൂടായിരുന്നു, പക്ഷേ ഇതെല്ലാം തീരാറായില്ലേ, പിന്നെ ഞാൻ അലക്കാൻ കൂടിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇനി മുതൽ അമ്മ റെസ്റ്റ് എടുത്തോട്ടോ. ഞങ്ങൾ 3 മരുമകളുണ്ടല്ലോ ഇവിടെ ജോലിയൊക്കെ ചെയ്യാനായിട്ട്. ഞങ്ങൾ 3 മരുമകളും കൂടി അലക്കിക്കോളാം അമ്മേ. ഇത് കേട്ട അമ്മ ആകെ അന്തിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നെ വേദ ഇനി എല്ലാ കാര്യത്തിനും ഞാൻ കൂട്ടുണ്ടാവേ. വേദയുടെ കൈയൊന്ന് തന്നെ. എന്തിനാ നന്ദിനി എടുത്തി? താന്നേ. എൻ്റെ കൈ മുഴുവൻ സോപ്പാ. അതൊന്നും സാരമില്ലാന്നേ എന്നും പറഞ്ഞുകൊണ്ട് കൺഗ്രാജുലേഷൻസ് എന്ന് പറയുക. എന്തിന്? അല്ല ഇനിയിപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ. പല അത്ഭുതങ്ങൾ സംഭവിച്ചാലോ, പല മാറ്റങ്ങളെ കുടുംബത്തിന് സംഭവിച്ചാലോ, പല സ്വഭാവ മാറ്റത്തിന് കാരണമായാലോ. നീ എന്തൊക്കെയാ പറയുന്നത് നന്ദിനി എന്ന് ചോദിക്കണം അമ്മ. അല്ലമ്മേ ഇപ്പം തന്നെ കണ്ടില്ലേ, വേദയെ ഞാൻ ഇത്രയും നേരം ശകാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, പെട്ടെന്ന് തന്നെ എൻ്റെ സ്വഭാവം മാറിയില്ലേ, വേദയെ സ്നേഹിക്കാൻ തുടങ്ങില്ലേ, വേദയോട് ഞാൻ കൂട്ടുകൂടിയില്ലേ, അതുകൊണ്ടാ പറയുന്നത്. ഇനി എപ്പോഴാണ് സ്വഭാവം മാറാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇനി ഈ വീട്ടിൽ പല കാര്യങ്ങളും നടക്കാനായിട്ട് പോവുകയാണമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേദയ്ക്ക് ഒരു സംശയം. ആ പറഞ്ഞതിൽ എന്തോ ഉണ്ടല്ലോ, ഇവരെന്തോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടാ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത്. അങ്ങനെ പിന്നീട് വേദയുടെ വീട് കാണിക്കുക. അപ്പോൾ ഇവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുക. അപ്പം മുത്തശ്ശിയാണെങ്കിൽ നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ഏതായാലും വേദയെ ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും പറ്റിയൊന്നുമില്ല. അവളുടെ ഭർത്താവിൻ്റെ വീട് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? മുത്തശ്ശി ഇനിയും ഇതിൽ കിടന്ന് കൂടുതൽ ഇടപെടാനായിട്ട് നിൽക്കരുത് മുത്തശ്ശി. ഞങ്ങൾ ഏതായാലും വേദയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഏട്ടനും പോയിരിക്കുന്നത്. ഏട്ടൻ പൈസയും കൊണ്ടാണ് പോയിരിക്കുന്നത്. ഏട്ടൻ പൈസ വിക്രത്തിന് കൊടുക്കും, വിക്രത് മേടിക്കുകയും ചെയ്യും. പിന്നെ പൈസ മേടിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ പൈസ കണ്ടാൽ കൈവരയ്ക്കുന്ന ഒരാളല്ല. പിന്നെ അവൻ പൈസ കണ്ട കണ്ണ് മഞ്ഞളിക്കുകയില്ല. അപ്പം ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു ആങ്ങള. അപ്പം ആങ്ങള വന്ന് പറയുകയാണ്, ആര് പറഞ്ഞു മുത്തശ്ശിയുടെ ഈ ധാരണ മുഴുവനും തെറ്റാണെങ്കിലോ? അപ്പോൾ ഇയാളുടെ ഭാര്യയെ ഓടി ചെന്നിട്ട്, എന്താ ചേട്ടാ കാര്യങ്ങളെല്ലാം നടന്നോ? പിന്നെ അല്ലാതെ നടന്നോന്നോ? ഞാൻ ആ പൈസ കൊടുത്ത് ഡീൽ ഉറപ്പിക്കുകയും ചെയ്തു. 2 ദിവസം കൂടി വന്ന 2 ദിവസം അതിനുള്ളിൽ വേദയെ ഇവിടെ എത്തിക്കും. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതെ മുത്തശ്ശി പറഞ്ഞല്ലോ പൈസ കണ്ടാൽ അവൻ്റെ കണ്ണ് മഞ്ഞളിക്കില്ല എന്ന്. പക്ഷേ അതൊക്കെ വെറും തോന്നലാ മുത്തശ്ശി. അവൻ്റെ കണ്ണ് മഞ്ഞളിക്കുകയും ചെയ്തു, അവൻ ആ പൈസ എൻ്റെ അടുത്ത് മേടിക്കുകയും ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ വേദയെ ഇവിടെ കൊണ്ടുവരുമെന്ന് അവൻ എനിക്ക് വാക്ക് തരികയും ചെയ്തു. ഇനി ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഭയങ്കര രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പം മുത്തശ്ശിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സങ്കടം തോന്നുക. മുത്തശ്ശി അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ. ഭഗവാനെ എന്തൊക്കെയാണ് ഭഗവാൻ ഇവിടെ നടക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്.
അങ്ങനെ പിന്നെ ആ ഓട്ടോറിക്ഷക്കാരെ നേരെ നമ്മുടെ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വരുന്ന രംഗമാണ് കാണിക്കുന്നത്. ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ നന്ദിനി ഏട്ടത്തി, അമ്മ എവിടെ? നന്ദിനി ഏട്ടത്തി അകത്തുണ്ടല്ലോ, എന്താ ഒക്കെ ഞാൻ പറയാന്നേ. അമ്മേ അമ്മേ ഇങ്ങോട്ട് വന്നേ അമ്മേ. എന്താ? ഇങ്ങോട്ട് വാ അമ്മേ, ഒരു കാര്യം പറയാനുണ്ട് അമ്മേ, ചില കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനുണ്ട്. അങ്ങനെ വേദയുടെ മുന്നിൽ നിന്നും അമ്മയെയും പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് നേരെ ഓട്ടോറിക്ഷക്കാരകത്ത് കയറി പോവുക. എന്താ എന്താ കുട്ടി, നീ എന്താ എന്നെ വലിച്ചടിച്ചുകൊണ്ട് വന്നത്? എന്താ കാര്യം? അത് പിന്നെ അമ്മേ, വിക്രേട്ടനെ നാട് വിടാൻ പോവാ. നാട് വിടാനോ? എങ്ങോട്ട്? പക്ഷേ വിക്രം നാട് വിടുമ്പോഴേ ഞാനും കൂടെ പോവും. പക്ഷേ വിക്രം അറിയാൻ പാടില്ല. വിക്രം അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോകില്ലല്ലോ. ബാംഗ്ലൂരോ അല്ലെങ്കിൽ വല്ല മദ്രാസോ ബോംബെയോ എങ്ങോട്ടെങ്കിലും ട്രെയിൻ കയറും. ആ ട്രെയിൻ കയറുമ്പോഴേ ഞാനും പുറകെ കയറും. പക്ഷെ വിക്രം അറിയില്ല. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴേ ഞാനും കൂടെ ഇറങ്ങുള്ളൂ. അപ്പോഴേ വിക്രം സത്യങ്ങളെല്ലാം മനസ്സിലാക്കുള്ളൂ. എന്താ കുട്ടി പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അമ്മയോട് അനുഗ്രഹം മേടിക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അമ്മയുടെ അടുത്ത് അനുവാദം ചോദിക്കാനായിട്ട് വന്നത്. അമ്മ അറിയാതെ ഞാൻ ഒരു കാര്യം ഇതുവരെയും ചെയ്തിട്ടില്ലല്ലോ. ദേ കുട്ടി, എന്നെ ചുമ്മാ ടെൻഷൻ അടിപ്പിക്കാതെ എന്താന്ന് വെച്ചാൽ പറ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അത് പിന്നെ അമ്മേ ഞാൻ പറയാം. അല്ല, ഇന്ന് അവിടെ ഒരു സംഭവം ഉണ്ടായി എന്നും പറഞ്ഞുകൊണ്ട് ആ ഡീറ്റെയിൽസ് മുഴുവനോടെ പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിൽ ആകെ ഞെട്ടിപ്പോയി. വിക്രമേ വേദയെ കൊണ്ട് ആക്കാമെന്നും പറഞ്ഞുകൊണ്ട് കുറേ പൈസ മേടിക്കുന്നത് കണ്ടിട്ടാണ് ഞാനിങ്ങോട്ട് വരുന്നത്. എല്ലാ കാര്യങ്ങളും ഓക്കെ. ഇനി ആ വേദ ഈ വീട്ടിലുണ്ടാവില്ല. ആ വേദ പാർട്ടിക്ക് പുറത്താകും എന്നും പറഞ്ഞുകൊണ്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ വേദയാണെങ്കിൽ ഡ്രസ്സുകളെല്ലാം അലക്കി വിരിക്കുക. ഇവരെന്താ പറയുന്നത് കേൾക്കാൻ വേണ്ടി അതൊന്നും വേദ പോയില്ല. പിന്നീട് നമ്മുടെ മുത്തശ്ശിയെ കാണിക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിലും പൂജാ റൂമിൽ നിന്ന് പ്രാർത്ഥന. ദൈവമേ, എൻ്റെ കുട്ടിയുടെ ജീവിതം എന്തായിത്തീരുമെന്ന് എനിക്കറിയില്ല. ഭഗവാനെ, നീ തന്നെയാണ് എൻ്റെ കുട്ടിക്കൊരു ജീവിതം കൊടുത്തത്. നീ തന്നെ കാത്തുകൊള്ളണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ വേദയുടെ അമ്മ വന്നിട്ട്, എന്താ അമ്മ എന്താ ഇവിടെ ഇങ്ങനെ ഈ സമയത്ത് വന്ന് പ്രാർത്ഥിക്കുന്നത്? മനസ്സിലൊരു ഭാരം. എൻ്റെ കുട്ടിയുടെ അവസ്ഥ എന്താവുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തിനാ അമ്മ ഇനി ആ കാര്യത്തെക്കുറിച്ച് പറയുന്നത്? അവനാവശ്യം പണമാണ്. ആ പണം ആഗ്രഹിക്കുന്ന ഒരാളുടെ കൂടെ വേദയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? അവളുടെ ജീവിതം എങ്ങനെയാവുമെന്ന് മുത്തശ്ശിയൊന്ന് അമ്മയൊന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മുടെ വേദയുടെ അമ്മ. പക്ഷേ അതൊന്നും സഹിക്കാനായിട്ട് പറ്റിയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിക്രത്തെ കാണിക്കണം. വിക്രം ഇടിച്ച് കയറി വീട്ടിലേക്ക് കയറിയും വരികയാണ് അമ്മയെന്നും വിളിച്ചുകൊണ്ട്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.